ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് തന്നെയാണ് കൊടിമരത്തിന് നിറം മങ്ങിയെന്ന രാജഗോപാൽ നായരുടെ വാദം. പിണറായി വിജയന്റെ വിശ്വസ്തനായിരുന്നു അഡ്വക്കേറ്റ് രാജഗോപാലൻ നായർ. കൊടിമരത്തിന്റെ നിറം മങ്ങിയതോടെ ശബരിമലയിൽ ഒരു ദേവപ്രശ്നം നടത്തി. പക്ഷേ പൊതുവെ പരസ്യമാക്കി വെക്കാറുള്ള ദേവപ്രശ്നം അതീവ രഹസ്യമായാണ് അന്ന് നടത്തിയത്. അന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന വ്യക്തി ഏറ്റുമാനൂർ കൊടിമരം മാറ്റിവെക്കൽ വിവാദത്തിൽപ്പെട്ടയാളായിരുന്നു. ഇയാൾ രാജഗോപാലൻ നായരുടെ അതിവിശ്വസ്തൻ കൂടിയായിരുന്നു. ഇയാളാണ് ദേവപ്രശ്നത്തിന് മുൻകൈയെടുത്തിരുന്നത്. എന്നാൽ ദേവസ്വം ബോർഡ് പോലും ഇത് ഔദ്യോഗികമായി അറിഞ്ഞില്ല എന്നതാണ് വാസ്തവം. അന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ വലങ്കയായി നിന്നത് ഒരു മുൻ റിട്ടയേർഡ് ഡിവൈഎസ്പി ആയിരുന്നു. ഈ റിട്ടയേർഡ് ഡിവൈഎസ്പി ശബരിമലയിലെ ലൈസൺ ഓഫീസറായിരുന്നു. ഈ വിവാദത്തോടെ ഈ ഉദ്യോഗസ്ഥരെയെല്ലാം സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. അന്ന് തന്നെ കൊടിമരവുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങളും ഉയർന്നിരുന്നു. ഇതാണ് 2017 വീണ്ടും വരുന്നത്. ഹൈദരാബാദിലെ ഒരു സ്പോൺസറാണ് കൊടിമരം വീണ്ടും സ്വർണം പൂശിക്കൊടുത്തത്. ഇങ്ങനെ സ്വർണം പൂശുമ്പോൾ പഴയ കൊടിമര അവശിഷ്ടം ദഹിപ്പിച്ചു കളയണം എന്നാണ് വിശ്വാസം. എന്നാൽ ഈ കൊടിമരത്തിലെ വാജിവാഹനവും ചില ശില്പങ്ങളും ദഹിപ്പിക്കാതെ തന്ത്രിക്ക് കൊടുത്തുവെന്നാണ് പറയുന്നത്. സ്വർണ്ണക്കൊള്ള വിവാദം വന്നപ്പോൾ ഈ വാജിവാഹനം കൈമറിഞ്ഞു പോയെന്ന് മറുനാടൻ മലയാളിയാണ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. ഹൈദരാബാദിലെ സ്പോൺസറുടെ കയ്യിൽ ഈ വാജിവാഹനം ഉണ്ടെന്നായിരുന്നു മറുനാടന്റെ വാർത്ത. എന്നാൽ പിന്നീട് ഇത് എന്റെ കയ്യിലുണ്ടെന്ന് തന്ത്രി തന്നെ പറഞ്ഞു. തന്ത്രിയും സഹചാരികളും പറഞ്ഞത് വാജിവാഹനം തന്ത്രി കുടുംബത്തിന് അവകാശപ്പെട്ടതാണെന്നായിരുന്നു. പക്ഷേ മറുനാടൻ വാർത്ത കൊടുത്ത് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വാജിവാഹനം എന്റെ വീട്ടിലുണ്ടെന്നും ഇത് തിരിച്ചെടുക്കണമെന്നും ആവശ്യപ്പെട്ട് ദേവസ്വം ബോർഡിന് തന്ത്രി കണ്ഠരര് രാജീവര് കത്ത് കൊടുത്തു. ഈ കത്താണ് തന്ത്രിക്ക് കുരുക്കാകുന്നത്.